പാലക്കാട് +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ്. ബാത്റൂമിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണ്ണാർക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സീനിയർ വിദ്യാർത്ഥികളായ 13ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് 1ാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. സ്കൂളിൽ പരാതി പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി ആദിൽ അൽ ഫയാദ് പറഞ്ഞു. നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പോസ്റ്റ് ഇടരുതെന്ന് ആദ്യം പറഞ്ഞിരിക്കണു. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പോസ്റ്റ് അത് ഇപ്പോൾ ഡിലീറ്റ് ആയിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഓരോരുത്തരും വന്ന് തല്ലും. ഇപ്പം ഞങ്ങളെ പ്രശ്നം കഴിഞ്ഞിരിക്കണു. ഇനി നാളെ നിങ്ങൾ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയിക്കോ. പറയണേ കേട്ടോ, ഞാനിപ്പോൾ നേരം പോലെ പറയണത്. അവിടെ വന്നാൽ ഇങ്ങനെ ഇവിടെ സംസാരിക്കുക. ആദിൽ തിരുവാഴിയോട് പോലീസിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങരുതെന്ന് +1 വിദ്യാർത്ഥികളോട് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ? ബട്ടൺസ് ഇടാൻ പറഞ്ഞുകൊണ്ട് +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ് നടക്കുകയും ബാത്റൂമിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി പറയുന്നത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മണ്ണാർക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സീനിയർ വിദ്യാർത്ഥികളായ 13ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി പറയുന്നത്. റാഗിംഗ് ഈ സ്റ്റാഫ് റൂമിൽ പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി പറയുന്നുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ മണ്ണാർക്കാട് കൂട്ടിലക്കടവ് കരിമ്പിനോട് സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഈ വിദ്യാർത്ഥി അവശനായി കിടക്കുന്നത് കണ്ട് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് സ്കൂളിലെ ബാത്റൂമിൽ പോയി ഇത്തരത്തിൽ റാഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതെന്നുള്ളതാണ് വിദ്യാർത്ഥി തിരുവാഴിയോട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയ +1 വിദ്യാർത്ഥികളോട് പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്കൂളിൽ ഇത്തരത്തിൽ റാഗിംഗ് നടന്നു. അതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ ആവശ്യം. ശരി അരുൺ.